നമസ്കാരം. ചെളിപിടിച്ച നോട്ടുകൾ, ആഭരണങ്ങൾ, വിയർപ്പൊഴുക്കി നേടിയ സമ്പാദ്യത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തി ചാലിയാറിലൂടെ ഒഴുകിയെത്തിയവയാണ് ഇവ. വയനാട് ദുരന്തത്തിൻ്റെ ബാക്കി പത്രം എന്നോണം ജീവിതയാത്രയിൽ സഹായകമാകുമെന്ന് കരുതി സ്വരൂപിച്ച ചെറിയ സമ്പാദ്യങ്ങളാണ് ജീവനറ്റ ശരീരങ്ങളോടൊപ്പം ചാലിയാറിലേക്ക് ഒഴുകിയെത്തിയത്. പുഴയുടെ കരകളിൽ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് ലഭിക്കുന്ന പേഴ്സുകൾ, ചെറിയ പെട്ടികൾ എന്നിവയിലാണ് സ്വർണം, വെള്ളിയാഭരണങ്ങൾ, നോട്ടുകൾ, വിവിധ രേഖകൾ എന്നിവ ലഭിക്കുന്നത്. ചെറിയ മോഹങ്ങൾ നിറവേറ്റാനായി ദീർഘനാളായി കരുതി വച്ച സമ്പാദ്യത്തോടൊപ്പം നൂറുകണക്കിന് മനുഷ്യരെയാണ് നനച്ചിരിക്കാത്ത വേളയിൽ മുണ്ടക്കൈയും ചൂരൽമലയും ഉരുളിൽ തകർത്തത്. കുട്ടികൾക്കായി കരുതി വെച്ച ചെറിയ ആഭരണങ്ങൾ ലഭിക്കുന്നത് വലിയ സങ്കടമാണ് ഉള്ളിൽ നിറയ്ക്കുന്നതെന്ന് തിരച്ചിൽ നടത്തുന്ന യുവാക്കൾ പറയുന്നു. ലഭിക്കുന്ന പണം എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും ഇവർ ശ്രമിക്കില്ല. ആഭരണങ്ങളും പണവും അധികൃതരെ ഏൽപ്പിക്കുകയാണ് ഇവർ. ഇന്നലെയും കണ്ടെത്തി 2 ശരീരഭാഗങ്ങൾ. ചാലിയാർ കേന്ദ്രീകരിച്ച് സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയും പോത്തുകല്ല് മുതൽ താഴേക്കും ചൊവ്വാഴ്ച നടത്തിയ തിരച്ചിലിൽ കണ്ടെത്താനായത് 2 ശരീരഭാഗങ്ങൾ. മുണ്ടേരി, കുമ്പളപ്പാറ, മമ്പാട്, ഓടായിക്കൽ എന്നിവിടങ്ങളിൽ നിന്നാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ ഇവ കണ്ടെത്തിയത്. സൂചിപ്പാറയ്ക്ക് സമീപമുള്ള സൺറൈസ് വാലിയിൽ അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗപ്പെടുത്തിയായിരുന്നു പരിശോധന. സൂചിപ്പാറയ്ക്ക് താഴെ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാവാം എന്ന സംശയത്തിലാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. സൺറൈസ് വാലിയിൽ തിരച്ചിൽ തുടരും. പോത്തുകല്ല് മുതൽ താഴേക്ക് ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സംഘങ്ങളായാണ് തിരച്ചിൽ നടത്തുന്നത്. ചാലിയാർ പുഴയുടെ വിവിധ കടവുകളിൽ നടത്തിയ തിരച്ചിലിൽ ഇതുവരെ ലഭിച്ചത് 76 മൃതദേഹങ്ങളും 161 ശരീരഭാഗങ്ങളുമാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി. ചൊവ്വാഴ്ച കണ്ടെത്തിയ 2 ശരീരഭാഗങ്ങൾ മാത്രമാണ് ജില്ലാ ആശുപത്രിയിൽ അവശേഷിക്കുന്നത്. പോലീസും അഗ്നിരക്ഷാസേനയും തണ്ടർബോൾട്ടും ഉൾപ്പെടെ തിരച്ചിലിൻ്റെ ഭാഗമായി കരസേനാ ഉദ്യോഗസ്ഥർ, പോലീസിലെ SOG ടീം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന 12 അംഗ സംഘമാണ് സൂചിപ്പാറ ഭാഗത്ത് വനത്തിൽ തിരച്ചിലിന് നേതൃത്വം നൽകിയത്.